ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇപ്പോൾ ഇതിന്റെ അനുഗ്രഹത്തിനായിട്ട് CS തോമസ് അവൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വലിയ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ 2 യുവാ സഹോദരിമാരുമായിട്ട് കർത്താവെ ഞങ്ങൾ സ്നാനക്കുളത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. സ്വർഗീയപിതാവെ, ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾ കൊടുത്ത പ്രേരണയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അവർ സ്നാനപ്പെട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, അനേകർക്ക് സാക്ഷിയായി ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സ്വർഗീയപിതാവായ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാന ശുശ്രൂഷ നടത്തുന്ന അവിടുത്തെ വൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും ശക്തിയും ദൈവകൃപയും കൊടുക്കണമേ. സഭയായി ഞങ്ങളെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ ധാരാളം അവരുടെ മേൽ പകരണമേ. ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും യോഗ്യകരമായ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവേ, യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവേ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവരാജൻ യോർദാൻ നദീജലത്തിൽ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവേ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവേ. ഞങ്ങളെ വാത്സല്യമായി നിത്യമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗപിതാവേ, ഇന്ന് രാവിലെ നിരസനിലേക്ക് അടുത്തുവരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച സാവകാശത്തിനായി സ്തോത്രം. ഈ പ്രിയ മകളുമായി നിരസനിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവളുടെ സ്നാനം നിർവഹിപ്പാൻ തക്കവണ്ണം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ, അവിടുത്തെ ഒരു പൈതൃക നിലയിൽ ജീവിപ്പാനുള്ള ഭാഗ്യം നീ അവൾ കൊടുത്തു. കർത്താവിന്റെ വചനത്തെ പരിജ്ഞാനം അവൾക്ക് ലഭിച്ചു.
കർത്താവെ നിന്നെ ജലത്തിൽ സാക്ഷിന്റെ എന്റെ മഹത്വത്തിനായി ജീവിപ്പാനൊക്കെ വണ്ണം അവൾ ചെയ്ത തീരുമാനത്തെ അവിടുന്ന് ആദരിക്കണമേ. ശുശ്രൂഷ അവിടുന്ന് ആദരിക്കണമേ. മഹത്വത്തിനായി സകലവും ചെയ്യണമേ. സകലവും യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹത്വം വിട്ട് താണഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചുവെന്നും നിന്റെ നീതീകരണത്തിനായി അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നും തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരുമ്പോൾ ചേർത്തുകൊള്ളപ്പെടുമെന്നും നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? യേശുവിനെ കർത്താവും ദൈവമായി നീ അംഗീകരിക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലെ അടിസ്ഥാനത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ചും അപ്പസ്തോലന്മാരുടെ ഉപദേശത്തെയും വിശുദ്ധ വേദപുസ്തകത്തിലെ രേഖയെ ആധാരമാക്കിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്ക, ജീവകിരീടം പ്രാപിക്കും. ഒന്നാം മനുഷ്യനു നാം എന്നേക്കുമായി മരിച്ചു. ഒന്നാം മനുഷ്യനു നാം എന്നേക്കുമായി മരിച്ചു എന്നുള്ള സത്യമാകു കാട്ടുന്ന കർമ്മമിത്. എന്നുള്ള സത്യമാകു കാട്ടുന്ന കർമ്മമിത്. പുതിയ ജീവനത്രേ മേലാൽ ഭരണം ചെയ്യുന്നേ. പുതിയ ജീവനല്ലേ മേലാൽ ഭരണം ചെയ്യുന്നേ. നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. നിങ്ങൾ വാത്സല്യമായി നിത്യമായി സ്നേഹിക്കുന്നുള്ള കർത്താവേ, സ്വർഗപിതാവേ, ഈ പ്രിയ പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തിയേൽപ്പിക്കുന്നു. അങ്ങേ രക്ഷിതാവും കർത്താവ് സ്വീകരിപ്പാനുള്ള ഭാഗ്യം നീ അവൾ കൊടുത്തു. നിന്റെ വചനം അനുസരിപ്പാൻ, നിന്റെ വചനത്തിന്റെ പാതയിലേക്ക് വരുവാൻ തക്കവണ്ണം നീ അവൾ കൊടുത്ത വലിയ പ്രേരണയ്ക്കായി സ്തോത്രം. കർത്താവേ, സ്ഥലം സഭ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന മുഖാന്തരത്തിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ ജീവന്റെ പുതുക്കത്ത് നടക്കുവാൻ നിന്റെ വഴി വിശ്വസ്തോടെ ജീവിപ്പാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അവിടുന്ന് ആദരിക്കണമേ. മഹത്വത്തിനായി സകലവും ചെയ്യണമേ. സകലവും യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹത്വം വിട്ട് താണഭൂമിയിലേക്ക് എന്ന കർത്താവായ യേശു ക്രിസ്തു പ്രിയമകളുടെ പാപത്തിന് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്നും നിന്റെ നീതീകരണത്തിനായി ഉയർത്തേണ്ടത് സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്നും തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരുമ്പോൾ ചേർത്തുകൊള്ളപ്പെടുമെന്നും യേശു ക്രിസ്തു ദൈവത്വമെന്നും നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ചും അപ്പസ്തോലന്മാരുടെ ഉപദേശത്തെയും വിശുദ്ധ വേദപുസ്തകത്തിലെ രേഖയെ ആധാരമാക്കിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്ക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ. ആത്മാവ് വെള്ളമാകും പിന്നീട് ശോണിതവും. ആത്മാവ് വെള്ളമാകും പിന്നീട് ശോണിതവും. ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വഹിപ്പതി സമേ. ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വഹിപ്പതി സമേ. മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങളുടെ രക്ഷകരമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്ത് കർത്താവേ, അവിടുത്തെ വിലയേറിയ നാമം ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉയർത്തപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്നെന്ന പോലെ ഒരു ദിവസം അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ ഇന്ന്
പകൽക്കാലം അനുവദിച്ച ദൈവോർവയ്ക്കായി സ്തോത്രം. അവിടെ കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. ജേസിനെയും ലാലിയെ കരങ്ങളിലേക്ക് ഉയർത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ചത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ജീവന്റെ പുതുക്കത്തിൽ കുഞ്ഞുങ്ങൾ നടക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശുശ്രൂഷ നിറവേറ്റുവാൻ സ്വർഗം ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ കൈമാസാനായി നന്ദിയോടുകൂടെ സ്തോത്രം. അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ ദൈവജനത്തിന് യോജിച്ച നിലയിൽ ആ ശുശ്രൂഷ ചെയ്ത് തീർപ്പാൻ നിന്റെ മകനെ അവിടെ ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ബലം പകരുന്ന ദൈവം, ശക്തി പകരുന്ന ദൈവം, കൃപ പകരുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് തുറന്നും സഹായിച്ചാട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ലഭിച്ച എല്ലാ നന്മകൾക്കായും സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും നടത്തി നമ്മോട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടും സ്നാന ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും സ്നാനത്തിൽ സാക്ഷി ചരിച്ച കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.